വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഈ സദസ്സിൽ നാം ഒരുമിച്ചുകൂടിയത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദുആ ചെയ്യണം എന്ന് നിരവധി ആളുകൾ നമ്മോട് പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയും നല്ല ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുമാറാവട്ടെ. ഇത്രയും മുബാറക്കായ ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായ സൗകര്യങ്ങൾ, സ്ഥല സൗകര്യം പ്രത്യേകിച്ച് നമുക്ക് തന്നിട്ടുള്ള പ്രിയപ്പെട്ട സമദഗുരുക്കൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. ദീനിന്റെ ഖാദിമികൾ അല്ലാഹു അദ്ദേഹത്തെയും നമ്മെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ മുഅ്മിനീങ്ങൾ, ഈ പ്രദേശത്ത് നിന്ന് മരിച്ചുപോയവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടിലെ കാരണവന്മാരെ, രക്ഷിതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ നല്ലവരാകുന്ന പ്രവർത്തകരെ, മാന്യ സുഹൃത്തുക്കളെ, ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ഈ നല്ല സദസ്സിനെ സഹായിക്കാനും നല്ല സദസ്സിനോട് സഹകരിക്കുവാനുമുള്ള തൗഫീഖ് നൽകുമ്പോൾ ചില ആളുകൾക്ക് പലപ്പോഴും ലഭിക്കാത്തതുപോലെ സ്വന്തം നാട്ടിൽ ഒരു നല്ല സദസ്സ് ലഭിക്കുമ്പോൾ സഹകരിക്കാനുള്ള അവസരമില്ലാതെ, തൗഫീഖില്ലാതെ പോകുന്നത് അതൊരു ഖേദകരമാണ്. എല്ലാവരും അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ടത്, മഹാരഥന്മാരാകുന്ന സ്വാലിഹീങ്ങളൊക്കെ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടത് അല്ലാഹുമ്മ ജഅലി തൗഫീഖ റഫീഖനാ എന്നാണ്. അല്ലാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ആ തൗഫീഖിന് ഒരു കൂട്ടുകാരനായി ലഭിക്കാൻ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണപ്പെടുന്ന ചെറിയ ഒരു ജീവിയുണ്ട്, ചേരാട്ട എന്ന് പറയും. എത്ര കാലുകളാണ് ആ ചേരാട്ടക്കുള്ളത്. പക്ഷേ ഓടാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കാത്തത് കൊണ്ട് ആ ചേരാട്ടക്ക് ഓടാൻ കഴിയുന്നില്ല. ഒരു കാല് പോലും ഇല്ലാഞ്ഞിട്ട് പോലും മൂർഖൻ പാമ്പിന് എത്ര വേഗത്തിൽ ഓടാൻ കഴിയും. അല്ലാഹുവിന്റെ തൗഫീഖ് തന്നെയാണ് പരമപ്രധാനം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് നേരെ മുമ്പിൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടുമ്പോൾ അത് കാണാനും അത് ഉൾക്കൊള്ളാനും അവരെ സ്നേഹിക്കാനും അവർ സ്വീകരിക്കാനും ഒരു തൗഫീഖ് അല്ലാഹു കൊടുക്കുമ്പോൾ അതേ നാട്ടിൽ തന്നെ വളരെ പ്രസന്നനിൽ ജീവിച്ചു കൊടുക്കുന്ന അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തൗഫീഖ് കിട്ടിയില്ല. നന്മയെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നൊരു തൗഫീഖ് ലഭിക്കുക എന്നതാണ് പരമപ്രധാനം. ഞാനിവിടെ ഒരു കാര്യം ഈ നാട്ടിലെ നല്ലവരാകുന്ന എല്ലാ സ്നേഹിതന്മാരോടും, പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലം നമുക്ക് ഇങ്ങനെ ഒരു നല്ല മുബാറക്കായ സദസ്സ് നടത്താൻ വേണ്ടി വിട്ടുവന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ സമദഗുരുക്കളോട് ഞാൻ ഒരു കാര്യം ഇവിടെ ഉണർത്തുകയാണ്. സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് അല്ലാഹു അത് സ്വീകരിക്കുന്നതിന്റെ ഒരു അടയാളമാണ് അല്ലാഹു നൽകുന്ന പരീക്ഷണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. 40 വയസ്സുവരെ നാട്ടുകാരെ മുഴുവനും അൽ അമീൻ, വിശ്വസ്തൻ, കൂട്ടുകാരൻ, എല്ലാ അർത്ഥത്തിലും സന്തോഷത്തോടെ ഒപ്പം നടന്നിരുന്ന ആളുകൾ വരെ വെറുത്തതപ്പോഴാണ്, അവരോട് ദേഷ്യം പിടിച്ചപ്പോഴല്ല. അവർക്ക് മുമ്പിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വെളിച്ചം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ആളുകൾ അകന്നു പോകാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്
അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ വരാറുള്ളത്. കാരണം ഇത് പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ ദുനിയാവ് തന്നെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് മുഅ്മിനീങ്ങൾക്ക്. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലറയാണ്. ജയിലറ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി പൂട്ടിയിടുക എന്ന് നിങ്ങൾ അർത്ഥം വെക്കല്ല. വളരെ കൂടെ നിന്നിരുന്ന ആളുകൾ വരെ അകന്നു പോകുന്ന സാഹചര്യം അത് ജയിലറയുടെ സ്വഭാവമാണ്. ബഹിഷ്കരണം ഏർപ്പെടുത്താൻ ആളുകൾ വന്നിട്ടുണ്ട് ലോകത്ത്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. ഇന്നും ആത്മീയ ലോകത്ത് ഇന്ത്യയുടെ മഹാരാജാവ് അവർ തന്നെയാണ് സുൽത്താനുൽ ഹിന്ദ് അത്വാഉർ റസൂൽ അജ്മീർ ഖാജ റളിയല്ലാഹു തആല അൻഹു. രാജസ്ഥാനിന്റെ മണ്ണിൽ വന്നുകൊണ്ട്, അജ്മീറിന്റെ മണ്ണിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് കൃത്യമായി പറഞ്ഞുകൊടുത്തു എന്നൊരൊറ്റ കാരണത്താൽ കുടിവെള്ളം വരെ തരില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരണം ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അവരെ വധിച്ചുകളയാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടില്ലായിരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി ആരൊക്കെയാണ് എവിടൊക്കെയാണ് സഹായങ്ങൾ നൽകിയത്? അവർക്ക് മധുരമുള്ള ഒരു പുഞ്ചിരിക്കാനുള്ള അവസരം വേണോ? നാളെ സ്വർഗത്തിലെത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുവരെ പ്രതിസന്ധികളായിരിക്കാം. 93 കൊല്ലക്കാലം ഇവിടെ ജീവിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച് 93-ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു റബീഉൽ ആഖിറിൽ ലോകത്തോട് വിട പറഞ്ഞു പോയ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇന്ന് വരെ യതീംഖാനയ്ക്ക് വേണ്ടി പിരിച്ചിട്ട് സ്വന്തം മക്കളെ പോറ്റിയിട്ടില്ല. ഇന്ന് വരെ ബിൽഡിംഗുകൾ ഉണ്ടാക്കാൻ, പള്ളികൾ നിർമ്മിക്കുവാൻ, സ്ഥാപനങ്ങൾ ഇവിടെ നിർമ്മിക്കുവാൻ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ പിരിവ് നടത്തിയിട്ട് സ്വന്തം ഒരു കൂടാരമോ ഒരു കൊട്ടാരമോ നിർമ്മിച്ചിട്ടില്ല. ഹറാമിന്റെ ഒരു തുള്ളി അംശം പോലും അകത്തേക്ക് കടത്തിവിട്ടിട്ടില്ല. തന്നെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകളിൽ നിന്ന് ചില ആളുകൾ ഹദിയയായി കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കയ്യിലേക്ക് കൊടുക്കുമ്പോ ആദരണീയരായ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചല്ലോ, ഇതെന്തിനാണ്? കൊണ്ടുവന്ന ആള് പറഞ്ഞു, കുട്ടികൾക്ക് തിന്നാലോ എന്നൊരു വാക്ക്. ഇതിന്റെ പേരിൽ വീട്ടുകാരെ വിളിച്ച് കണ്ണിയത്തെന്നവർ ഉപദേശിച്ചത്, പ്രായപൂർത്തിയെത്തിയ ഒരാളും ഇതിൽ നിന്ന് കഴിക്കരുത്, കൊണ്ടുവന്ന ആള് കുട്ടികൾക്ക് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെ സംശുദ്ധമായ ജീവിതം നയിച്ചിട്ട് പോലും ആ കണ്ണിയത്ത് ഉസ്താദിന് അവസാന കാലഘട്ടത്തിൽ പണ്ഡിത കോലം കെട്ടിയ ചില ആളുകൾ എഴുതി ചേർത്തത് 1-ാം പ്രതി എന്നാണ്. എന്തു തെറ്റ് ചെയ്തു? ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഒരാൾ. വീരപ്പനെയോ ഫൂലൻ ദേവിയെയോ അതല്ലെങ്കിൽ ഭൗതിക ലോകത്ത് ഇന്ന് പ്രതികളെ ദിനവധയായി കാണപ്പെടുകയാണ്. മന്ത്രിമാരാണെങ്കിലും മന്ത്രിമാരുടെ കുടുംബങ്ങളാണെങ്കിലും മന്ത്രിമാരുടെ സ്റ്റാഫിൽപ്പെട്ടവരാണെങ്കിലും പ്രതിപട്ടികയിലാണ് ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകം നടത്തുന്നവർ, വ്യഭിചാരം നടത്തുന്നവർ, അതിക്രമങ്ങൾ നടത്തുന്നവർ. എന്നാൽ ഇവരൊക്കെ പ്രതിപട്ടികയിലേക്ക് പോകുമ്പോ ഇലാഹാകുന്ന റബ്ബിനോട് എതിരായി ഒന്നുമേ ചെയ്യാതെ, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ചിട്ടും കണ്ണിയത്ത് ഉസ്താദ് കേട്ടിട്ടുള്ളത് നിങ്ങൾ 1-ാം പ്രതി എന്നാണ്. ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരും കേട്ടിട്ടുണ്ട് 2-ാം പ്രതി എന്നത്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ പ്രതിസന്ധികൾ ഇവിടെ വരണം. ഈ പ്രതിസന്ധികൾ വരണം. മശായിഖുമാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അറിയാം, നല്ല സുഖവും നല്ല റാഹത്തും നല്ല സന്തോഷവും എല്ലാവരും നല്ല സഹകരണം നൽകുമ്പോ വല്ലാതെ വേദനിച്ചു പോയി. പടച്ചോനെ, എന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നില്ലേ? എനിക്ക് അള്ളാഹു വലിയ സന്തോഷമാണല്ലോ തരുന്നത്. ഈ സന്തോഷിക്കേണ്ട ലോകമല്ലല്ലോ ഈ ദുനിയാവ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരാ മശായിഖുമാർ. ദുനിയാവ് പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, വേദനകളുടെ, തീരാ ദുഃഖങ്ങളുടെ ഒരു പ്രദേശമാണെങ്കിൽ സന്തോഷിക്കേണ്ടത് ആഖിറത്തിലാണ്. പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ ഖാല അല്ലാഹു അസ്സ വജൽ. ആഖിറമാണ് ഇവിടെ ഖൈറായത്. ആഖിറമാണ് അവശേഷിക്കുന്നത്. ഈ ആഖിറത്തിൽ ചെന്നിട്ട് പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ ലോകത്തേക്ക് പോകാനുണ്ട് എന്ന് പറയാൻ ഒരു ലോകമില്ല.
കുറഞ്ഞ കാലം ജീവിക്കുന്നത് അത് ദുനിയാവിലാണ്. വളരെ പെട്ടെന്ന് പോകേണ്ടത് ദുനിയാവിൽ നിന്നാണ്. ഒരിക്കലും അവസാനിക്കാത്ത ലോകം ആഖിറമാണ്. അവിടെയാണ് പൊന്നു മുഅ്മിനീങ്ങളെ നമുക്ക് സന്തോഷം വരേണ്ടത്. ആ സന്തോഷത്തിന്റെ വഴി ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായി കൈപ്പുള്ള അനുഭവമായി തോന്നിപ്പോകും. പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് സീസണിൽ നിന്ന് ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പനി വരുന്നൊരു കാലമാണ്. അതേ സമയത്ത് ഈ പനി പിടിച്ച 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ ആ രോഗത്തിൽ നിന്നൊരു ചെറിയ സമാധാനം കിട്ടാൻ വേണ്ടി ആ കുഞ്ഞിന്റെ വായിലേക്ക് മരുന്നൊഴിച്ചു കൊടുക്കുമ്പോ ഒഴിച്ചു കൊടുക്കുന്ന മാതാവിനോട് വരെ ദേഷ്യമായിരിക്കും ഈ കുട്ടിക്ക്. ഒരു ഗുളിക നാവിൽ വെച്ചുകൊണ്ട് പതുക്കെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ച് വിരലുകൊണ്ട് തള്ളിക്കൊടുക്കുമ്പോ പ്രിയപ്പെട്ട മാതാവിന്റെ വിരലിൽ ആ കുട്ടി കടിക്കുകയാ ദേഷ്യം പിടിച്ചത്. കാര്യബോധമുള്ള പ്രിയപ്പെട്ട ഉമ്മ ചിന്തിക്കും, എന്റെ കുഞ്ഞിന്റെ പനി മാറുന്നതിനാണ് ഞാൻ മരുന്ന് കൊടുക്കുന്നത്, പക്ഷെ എന്തിനാണ് ഈ മരുന്ന് എന്ന് തിരിയാത്തത് കൊണ്ടാണ് ആ കുട്ടി കടിക്കുന്നത്. SKSSFന്റെ അനുജന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇവിടെ ഒരു ചികിത്സ നടത്തുന്നു. നരകത്തിൽ ചെന്ന് വീഴാതിരിക്കാൻ, ഒരാളും പഴച്ചു പോവാതിരിക്കാൻ, ഒരാളും ഔലിയായിനെയും സ്വാലിഹീങ്ങളെയും തള്ളിപ്പറയാതിരിക്കാൻ നിങ്ങൾ നല്ല നസീഹത്തുകൾ നൽകുമ്പോ, നല്ല സദസ്സുകൾ നൽകുമ്പോ എന്താണിത് എന്ന് മനസ്സിലാക്കാതെ ഈ കുഞ്ഞുമോൻ കടിക്കുന്നത് പോലെ, ഈ കുഞ്ഞുമോൻ ശാഠ്യം പിടിക്കുന്നത് പോലെ, ഈ കുഞ്ഞുമോൻ കൂവി വിളിക്കുന്നത് പോലെ, ഈ കുഞ്ഞുമോൻ അലറി വിളിച്ച് കരയുന്നത് പോലെ ആര് ശബ്ദം വെച്ചാലും ആ ഒരു വാത്സല്യമുള്ള മാതാവിനെ പോലെ നിങ്ങൾക്ക് ചികിത്സ തുടരുകയാണ് നല്ലത് എന്നത് നിങ്ങൾ ചിന്തിക്കണം. പനി മാറിക്കഴിഞ്ഞാൽ, രോഗത്തിന് സമാധാനം വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഉമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. അന്ന് നിങ്ങൾ മരുന്ന് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവശനായി കിടക്കേണ്ടവനാണല്ലോ എന്ന് പിന്നീടെങ്കിലും ആ കുട്ടി മനസ്സിലാക്കും. അതുകൊണ്ട് ഒരു ചികിത്സാ രംഗത്ത് സ്വാഭാവികമുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഈ സമയത്ത് നാം പ്രതീക്ഷിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വലാത്ത് ഉറക്കച്ചെല്ല്. ചെറുപ്പക്കാരൊക്കെ സ്വലാത്ത് ശരിക്കും ഉറക്കച്ചെല്ല്. നമ്മുടെ സ്വലാത്തിന്റെ ശബ്ദം എത്ര ദൂരത്തേക്കാണോ എത്തുന്നത് അതുവരെയുള്ള ഓരോ മണൽത്തരിയും നാളെ റബ്ബിന്റെ മുമ്പിൽ വന്നിട്ട് പറയും, ഇയാൾ സ്വലാത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. സാക്ഷികൾ അധികമുണ്ടാക്കുക അങ്ങനെ തന്നെയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ആ പരിശുദ്ധ ജീവിതം ഇവിടെ സമാപിക്കുന്നതിന് മുമ്പ് മഹാനാകുന്ന നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാർക്ക് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് നബി തങ്ങൾ വഅദ് പറഞ്ഞു തരികയാണ്. യൗമൻ ബഅദ സ്വലാത്തിൽ ഗദാത്ത്, സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള വഅദാണ്. സദസ്സ് മദീന പള്ളിയിൽ തന്നെയാണ്. ആ ദിവസത്തിൽ മുത്തുനബിയുടെ സംസാരത്തിന്റെ ശൈലിയിൽ അവിടുന്ന് വിഷയാവതരണത്തിന് തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ എല്ലാം കൂടിയായപ്പോഴേക്ക് സദസ്സിന് ബേജാറ് കൂടിയിട്ടുണ്ട്. സദസ്സ് കരയാൻ തുടങ്ങിയിട്ടുണ്ട്, മനസ്സ് പടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വജിലത്ത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങൾ പടച്ചുകൊണ്ടിരിക്കുകയാണ്. വസറഫത്ത് മിൻഹൽ ഉയൂൻ, സദസ്സിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ചിലരെങ്കിലും ചിന്തിച്ചു പോയി, എന്താ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു വഴവ്, എന്താണ് ഇങ്ങനത്തെ ഒരു വഴവ്? മഹാനാകുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സുബ്ഹാനല്ലാഹ് സദസ്സിൽ നിന്ന് ചിലർ എഴുന്നേറ്റ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ഇന്ന ഹാദിഹി മൗഇലത്തു മുവദ്ദിഇൻ, ഇതൊരു വിടവാങ്ങൽ സംസാരമാണ്, ഇതൊരു ഒടുക്കത്തെ വഴലാണോ? ഇതൊരു പ്രഭാഷണമാണെങ്കിലും ഒരു വഴലാണെങ്കിൽ, ഉപദേശമാണെങ്കിൽ ഇനി ഒരിക്കലും ഉപദേശിക്കാൻ അങ്ങുണ്ടാവില്ല എന്നൊരു തോന്നൽ വരികയാണ്. സംസാരത്തിന്റെ ശൈലി കേൾക്കുമ്പോൾ, വിഷയം കേൾക്കുമ്പോൾ അങ്ങനെയാ. അതുകൊണ്ട് ഔസിനാ യാ റസൂലല്ലാഹ്, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കാലത്തും പിഴച്ചു പോകാതിരിക്കാനുള്ള വഴിയാണ് അന്വേഷിക്കുന്നത്.
വഴിയാണ് അന്വേഷിക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഉദ്ഘാടനം ചെയ്യാനൊന്നും യോഗ്യനല്ല എന്നത് നിങ്ങൾക്കും അറിയാം. എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ആ വിഷയം അറിയാം. ശംസുൽ ഉലമാ ഈ തങ്ങളാവട്ടെ നമ്മുടെ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യേണ്ടത്, അല്ലേ? അവരുദ്ഘാടനം ചെയ്താൽ ഉള്ള ബറക്കത്ത് ചെറുതൊന്നല്ല. ഇരിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. റബീഉൽ-ആഖിറാണ്. ശംസുൽ ഉലമാ ഈ തങ്ങളെ ഉറൂസിന്റെ കാലമാണ്. ഈ സമയത്ത് ശംസുൽ ഉലമാ ഈ തങ്ങളെ പേരിൽ നമുക്കൊരു ഫാത്തിഹ ഓതാൻ അവസരം വേണം. അപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ സാന്നിധ്യം ഉണ്ടാകും. അവരായിരിക്കും നമുക്ക് ഉദ്ഘാടനം ചെയ്തില്ല. ആ സമയത്ത് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാത്തൊരു കാര്യവും പറയുന്നു. എനിക്കും ചെയ്യേണ്ടതാണ്, നിങ്ങൾക്കും ചെയ്യേണ്ടതാണ് ഒരു ചെറിയ ഒരു സ്വതക്ക, അല്ലേ? ഒരു ചെറിയ സ്വതക്ക, ഒരു 100 രൂപ ശംസുൽ ഉലമാ തങ്ങളെ പേരിൽ ഹദിയ. വേറെ ആരെ പേരിലും പോണ്ട. ശംസുൽ ഉലമാ തങ്ങളെ ഒരു 100 രൂപ എല്ലാവരും കയ്യിൽ പിടിച്ചോ. ഫാത്തിഹ പോകുന്ന സമയത്ത് ഒരു 100 രൂപ എല്ലാവരും കയ്യിൽ വെക്കുക. ബക്കറ്റ് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ നിക്ഷേപിച്ചു കൊടുത്താൽ മതി. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. എല്ലാവർക്കും ശംസുൽ ഉലമാ തങ്ങളുടെ ആ ഒരു മുഖം കാണുമ്പോൾ അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് കാണാൻ അവസരം നൽകണം റഹ്മാനെ. ബക്കറ്റ് വേണ്ട, അസുബോലിങ്ങളുടെ വരി. നിങ്ങൾ കുട്ടികളെ ഏൽപ്പിക്കൽ ഈ വിഷയം, ഇതൊക്കെ വലിയ കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ മൂപ്പരെ ചുറ്റിക്കൊടുത്താൽ മൂപ്പർക്ക് കയ്യിൽ കൊള്ളൂല. എല്ലാവരും നിങ്ങളെ കയ്യിൽ ഇങ്ങനെ തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളങ്ങനെ പോയിട്ട് വാങ്ങിയാൽ മതി. ബക്കറ്റ് വേണ്ട, നിങ്ങളെ കയ്യിൽ നിങ്ങൾ ചുറ്റണ്ട. നിങ്ങളെ കയ്യിൽ അങ്ങനെ തരും. എല്ലാവരും തരും. നിങ്ങളെ കയ്യിൽ 100 രൂപ അങ്ങനെ തരും. അതങ്ങനെ വാങ്ങിപ്പോയാൽ മതി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഔസിനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോട് ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശം എന്താണ്? എല്ലാവരും ശ്രദ്ധിച്ചോ. ഉസീകും ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നത് തന്നെയാണ് ഉപദേശം. ആ ഉപദേശത്തിന്റെ പിന്നിൽ പറയുന്നുണ്ട് വസ്സംഇ വത്വാഅതി വഇൻ അബ്ദുൻ ഹബശിയും. ആരാണ് നിങ്ങളെ നേതൃത്വം? അത് കറുത്ത വർഗക്കാരനാകുന്ന അടിമ വംശജനാകുന്ന ഒരാളാണെങ്കിൽ പോലും നേതൃത്വത്തെ ഒരു കാലത്തും നിങ്ങൾ തള്ളിപ്പറയാൻ പാടില്ല. ആ നേതൃത്വത്തെ നിങ്ങൾ അനുസരിക്കണം. സ്വാഭാവികമായി ആരോഗ്യമുള്ളവരുണ്ടാകും, സൗന്ദര്യമുള്ളവരുണ്ടാകും, സമ്പത്തുള്ളവരുണ്ടാകും. ഉദാഹരണമായി നിങ്ങളെ ഈ മഹല്ലത്തിലെ നല്ലവരാകുന്ന ജനങ്ങൾ നിങ്ങൾ വെള്ളിയാഴ്ച എല്ലാവരും ഒരുമിച്ച് കൂടി എന്നിട്ട് ഇമാമിന്റെ പിന്നിൽ നിസ്കരിക്കുക. ഇമാമ് എത്ര പ്രായം കുറഞ്ഞാലും, ഇമാമിന് എത്ര തന്നെ സമ്പത്ത് കുറഞ്ഞാലും, ഇമാമിന് എന്തു തന്നെ നിങ്ങൾ ഭൗതിക ലോകത്തുള്ള യോഗ്യതകൾ ഇല്ല എന്ന് പറഞ്ഞാലും ആ മഹാനാകുന്ന ഇമാമ് വലദ്ദാലീൻ എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആമീൻ പറയാൻ പറ്റൂല. ആ ഇമാമ് റുക്കൂയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റുക്കൂയിൽ പോകാൻ ചാൻസ് ഇല്ല. നിങ്ങൾ വലിയ തിരക്കുള്ള ആളാണ്, ബിസിനസ്സുകാരാണെന്ന് വിചാരിച്ച് ആ ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സലാം വീട്ടി പോകാനും പറ്റൂല. ഈ ഇമാമിന് കൊടുക്കുന്ന ഈ ഒരു അംഗീകാരം അത് നേതൃത്വത്തിന് നൽകുന്ന അംഗീകാരം തന്നെയാ. എന്നാൽ എല്ലാ വിഷയത്തിലും നേതൃത്വത്തിന്റെ കൂടെ നിൽക്കാൻ, അവർ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ നിൽക്കാൻ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിക്കുന്നു. ആ ഉപദേശമാണ് എല്ലാ കാലത്തും നാം ശ്രദ്ധിക്കേണ്ടത്. സുദീർഘമായി ഞാൻ ഈ സമയത്ത് പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് കുഞ്ഞാലൻകുട്ടി ഫൈസി വിശദമായി കാര്യങ്ങൾ പറയും. പക്ഷേ ഈ ഒരു നേതൃത്വത്തിൽ നിന്ന് അകന്നുപോയാലാണ് ഈ മുസ്ലിം ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ജൂതന്മാർ നേരത്തെ മനസ്സിലാക്കിയതാണ്. ജൂതന്മാർ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ജൂതന്മാർ ആ കാലത്തെ അവരുടെ അജണ്ടയുടെ ഭാഗമായി മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായി അവർ ചെയ്യുന്നത് ഇസ്ലാമിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിക്കുകയാണ്.
അങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് ബോധ്യമാകുന്നു നേതൃത്വത്തിന്റെ പിന്നിൽ അണികൾ നിൽക്കുക എന്ന് പറയുന്നത്. ആ പ്രഖ്യാപനം അവരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേതൃത്വത്തിൽ നിന്ന് അല്പം ആളുകളെ അടർത്തിയെടുക്കാൻ എന്തുണ്ട് വഴി? അവർ ആലോചിച്ചു. മഹാനാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സുബ്ഹാനല്ലാഹ് ജൂതനാകുന്ന ഇബ്നു സൗദാ കടന്നു വരികയാണ്. അവന്റെ പേര് അബ്ദുല്ലാഹിബ്നു സബ് എന്നാണ്. ഇബ്നു സൗദാ വന്നുകൊണ്ട് സാധുക്കളാകുന്ന മുഅ്മിനീങ്ങളെ മുമ്പിൽ വന്ന് ചില കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയാ അവൻ പറയുന്നത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വമാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ശ്രേഷ്ഠതയാണ്. ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളുടെ മഹത്വമാണ് പറയുന്നത്. അലിയാർ തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇടയിലുള്ള ഒരു സുദൃഢമായ ചില ബന്ധങ്ങളെക്കുറിച്ച് അനമദീനത്തുൽ ഇൽം വ അലിയും ബാബുഹ, വിജ്ഞാനത്തിന്റെ സാഗരം ഞാനാണ്, ഇതിലേക്കുള്ള പ്രവേശനം അലിയാർ തങ്ങളാണ്. കരളിന്റെ കഷ്ണമാകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തത് അലിയാർ തങ്ങൾക്കാണ്. ആ സുദൃഢമായ ബന്ധങ്ങളൊക്കെ പറയുമ്പോ ഇത് കേൾക്കാൻ വലിയ ഇഷ്ടമല്ലേ? ഈ നാട്ടിൽ വന്നിട്ട് ശിഹാബ് തങ്ങളെ മഹത്വം പറഞ്ഞാൽ, കണ്ണിയത്തെന്നവരെ മഹത്വം പറഞ്ഞാൽ, ശംസുൽ ഉലമായി തങ്ങളെ മഹത്വം പറഞ്ഞാൽ നമുക്കത് കേൾക്കാൻ ഇട്ടല്ലേ? ഈ തരത്തിൽ മഹാന്മാരുടെ മഹത്വങ്ങൾ പറഞ്ഞ് ഒടുക്കം ഇവൻ പറയുന്നത് എന്തായിരുന്നു അറിയും? യഥാർത്ഥത്തിൽ ഖിലാഫത്ത് അലിയാർ തങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു, അത് ഉസ്മാൻ എന്നവർ തട്ടിയെടുത്തതാണ്. നേതൃത്വത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്ന ഒരു ശൈലി അതെല്ലാ കാലത്തും ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിലൂടെ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ടിരിക്കൽ അത് ജൂത അജണ്ട തന്നെയാണ്. ജൂതന്മാരുടെ അജണ്ടകൾ നമുക്ക് ആ കാലത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇജാസിന്റെ മലമടക്കുകളിൽ ഇവൻ നടന്നു. പക്ഷേ ഇവന്റെ വാദം കാര്യമായി ഏറ്റെടുക്കാൻ ആളെ കിട്ടില്ല. ഷാമിൽ ചെന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഷാമിലെ മനുഷ്യന്മാർക്ക് അല്പം ദേഷ്യം കൂടുതലാണ്. അവർക്ക് സത്യചേനയിൽ വല്ലതും കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നല്ല, അവർ ചിലപ്പോൾ ഒന്ന് കൈകാര്യം ചെയ്തതായില്ല. അവരുടെ കയ്യിൽ നിന്ന് ഇവന് അടികിട്ടിയിട്ടുണ്ട്. അടികിട്ടിയപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഓടി അവസാനം ചെന്നെത്തിയത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ ചെന്നപ്പോൾ അലിയാർ തങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അവിടെ ചെന്നിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഒക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് അവസാനം ചോദിക്കുക, അല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ്? പറഞ്ഞ അവര് വഫാത്തായി പോയല്ലോ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണ്? റഫഅനാഹു മക്കാൻ അലിയ, അവരെ മേലെയായ ഉയർന്ന സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തി കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടല്ല. ഈസാ അലൈഹി സ്വലാം മരിച്ചു? എല്ലാം മരിച്ചിട്ടില്ല. ആർക്കാണ് വലിയ സ്ഥാനം? വലിയ സ്ഥാനം മുഹമ്മദ് നബിക്കാണ്. എന്താ സംശയം? ഇവൻ ഒരു കിസ് മത്സരം നടത്തുന്ന രൂപത്തിലാണ് ആളുകളെ വശീകരിക്കാൻ പല ആളുകളും കിസ്സ നടത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി കേരളത്തിൽ ഒരാളെ കയ്യിലുണ്ട്, ആളെ പേര് പറയാം. ഇതാ കിസ്സിലെ ചോദ്യം. ഇങ്ങനെ കിസ്സിലൂടെ തന്നെ, ചോദ്യങ്ങളിലൂടെ തന്നെ ആളുകളെ വശീകരിച്ച് കിച്ചെടുക്കുക. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ശ്രേഷ്ഠത കൂടുതൽ അവർക്കാണെന്ന് പറയുമ്പോൾ, ജൂതനാകുന്ന ഇബ്നു സൗദാഇന്റെ ചോദ്യം, അല്ല മക്കളെ നിങ്ങൾക്കെന്തു പറ്റി? ഏറ്റവും വലിയ സ്ഥാനമുള്ള ആള് മരിച്ചു എന്ന് നിങ്ങൾ പറയുക, അത്രയൊന്നും സ്ഥാനമില്ലാത്ത ആള് മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുക, ഇത് നിങ്ങളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് റജഈയത്തിന്റെ വാദം അവൻ കൊണ്ടുവന്നത് മിസ്രിന്റെ മണ്ണിൽ നിന്നാ. ബുദ്ധിപരമായി മനുഷ്യന്മാരെ രണ്ടോ മൂന്നോ ചേരിയിലേക്ക് മാറ്റുക. രണ്ടോ മൂന്നോ ചേരിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ KPCC പ്രസിഡന്റായി വന്ന നമ്മളെ സുധീരനാണ്. ആള് ധീരനാണ്. സുധീരൻ നേരത്തെ തന്നെ പറഞ്ഞത് ന്യൂനപക്ഷമാണ് ഇവിടെ ഭരിക്കാറുള്ളത്. 100 ആളുകളുള്ള സ്ഥലത്ത് 3 ആളുകൾ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാൽ ഒരാൾക്ക് ഭരിക്കാൻ 40 വോട്ട് കിട്ടിയാൽ മതി. ബാക്കിയുള്ള 60 ആളുകൾ ഇവർക്കെതിരാണ്. ആരാ ഭരിക്കുന്നത്? 40 വോട്ട് കിട്ടിയാൽ. ഇങ്ങനെ 2 3 ആക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തിന് കയറി നിൽക്കാൻ കഴിയും.
100 ആളുള്ള സ്ഥലത്ത് 51 വോട്ട് കിട്ടിയെങ്കിലേ ഇവിടെ ശരിക്കും ഭരിക്കാൻ പറ്റൂ. പക്ഷേ ഇവിടെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ 40 വോട്ട് കിട്ടിയാലും 60 ആളുകളെ ഭരിക്കാം എന്നതാണ് ജനാധിപത്യ രീതി. ഇത് ജൂതന്മാർ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ച് ലോകത്ത് എല്ലാ കാലത്തും മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഇവർ കടന്നു വരുന്നത് യഥാർത്ഥമായ ദീന് എന്താണോ ആ ദീനെ നശിപ്പിക്കാനുള്ള ചില കുറുക്കുവഴികൾ സ്വീകരിച്ചുകൊണ്ടാണ്. ഇന്ന് മക്ക എന്ന് പറഞ്ഞാൽ, മദീന എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പോയി വരാൻ പറ്റുന്ന ഭാഗങ്ങളായി മാറിയിട്ടുണ്ട്. ആഖിർ സമാനിൽ യാത്ര അല്ലാഹു എളുപ്പാക്കി തന്നിട്ടുണ്ട്. ഒരു കാലത്ത് മക്കത്തേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ കഅബ കണ്ട് വന്ന ഒരാളെ കാണാൻ പോയാൽ ഇയാളെ കണ്ണിലേക്കൊന്ന് മുഅ്മിനീങ്ങൾ നോക്കിയിരുന്നു, കഅബ കണ്ട കണ്ണൊന്ന് കാണാൻ. അങ്ങനത്തെ ഒരു വികാരമുണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അന്നും കഅബ എന്ന് പറയുമ്പോൾ കറുപ്പ് പുതപ്പണഞ്ഞ ആ പരിശുദ്ധ ഗേഹം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ചിത്രം കാരണമാണ്. എന്നാൽ മദീന എന്ന് പറയുമ്പോൾ ആ പച്ചക്കുബ്ബയാണ്, കുബ്ബത്തുൽ ഖദ്റാ. അത് നമ്മുടെ മനസ്സിലേക്ക് ചിത്രത്തിലൂടെ തെളിഞ്ഞു വന്നതാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഹറമ് മക്കയിലാണ്, രണ്ടാമത്തെ ഹറമ് മദീനയിലാണ്, മൂന്നാമത്തെ ഹറമ് ബൈത്തുൽ മുഖദ്ദസ് ആണല്ലോ. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുമ്പോഴേക്കും മഞ്ഞ കുബ്ബയാ മനസ്സിൽ വരുന്നത്. യഥാർത്ഥത്തിൽ മഞ്ഞ കുബ്ബ ബൈത്തുൽ മുഖദ്ദസ് അല്ല. ആരാണ് ചിത്രങ്ങളിലൂടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖുദ്സിന്റെ സിംബലായി മഞ്ഞ കുബ്ബ കൊണ്ടുവന്നത്? അത് ജൂതന്മാരാണ്. യഥാർത്ഥത്തിൽ ബൈത്തുൽ മുഖദ്ദസ് അപ്പുറത്ത് മറ്റൊന്നാണ്. ഇത് പാറയുടെ നേരെ മുകളിലുള്ള ആ കുബ്ബത്തു സഖറയാണ്. ആ പരിശുദ്ധമായ മഞ്ഞ കുബ്ബയെ ബൈത്തുൽ മുഖദ്ദസായി അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ യഥാർത്ഥ ബൈത്തുൽ മുഖദ്ദസ് അതാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിക്കണം ജൂതന്മാരുടെ അജണ്ടകൾ. എല്ലാവരും ഇവിടെ ഒരു സത്യത്തെ അംഗീകരിക്കുകയാണെങ്കിൽ ആ സത്യത്തെ എതിർക്കുന്നതിന് പകരം ഒരു വ്യാജന കൊണ്ടുവന്നുകൊണ്ട് ആ വ്യാജന ഒറിജിനലായി അവതരിപ്പിക്കുക എന്നുള്ളത് നബിയല്ലാത്ത ഒരാളെ നബിയാണ് എന്ന് പറയൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ അംഗീകാരം കിട്ടിയപ്പോൾ നബിയല്ലാത്ത ചില ആളുകളെ നബിയാക്കി കൊണ്ടുവന്നത്? നബി എന്ന് പറയുന്ന പദവി ആദരിക്കേണ്ട പദവിയാണ്, അംഗീകരിക്കേണ്ട പദവിയാണ്. അതേ സമയത്ത് യഥാർത്ഥ നബിയെ ആദരിക്കണ്ട എന്ന് പറഞ്ഞാൽ സമൂഹം അംഗീകരിക്കില്ല എന്ന് കണ്ടാൽ ഒരു വ്യാജന കൊണ്ടുവന്ന് ഇയാളും നബിയാണ് എന്ന് പറയുമ്പോൾ നബി അംഗീകരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ അവിടെയും പോയി നിൽക്കും. ഭിന്നിപ്പിക്കൽ തന്ത്രം അങ്ങനെ തന്നെയായിരുന്നു. മുസൈലമത്തുൽ കദ്ദാബിന്റെ വരവ് നമുക്കറിയാം. മീർസ ഉല അഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ വന്ന് നമുക്കറിയാം. അടുത്ത കാലങ്ങളിൽ പല ഭാഗത്തും നബി എന്ന പേരിൽ വന്നിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ഷഹർ മുബാറക്കിന് വലിയ ബഹുമാനം അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലേ? ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലുള്ള ഒരു മുടിയാണെങ്കിൽ ആ മുടിക്ക് വല്ലാത്ത ശറഫുണ്ട്. അതിന്റെ മഹത്വം ചെറുതല്ല. പക്ഷേ ആ പരിശുദ്ധമായ ഷഹർ മുബാറക്കിനെ ആദരിക്കുന്ന മുഅ്മിനീങ്ങൾക്കിടയിൽ ആദരിക്കണ്ട എന്ന് പറയുന്നതിനു പകരം ഒരു വ്യാജമുടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഷഹർ മുബാറക്കാണെന്ന് കുറച്ച് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പോൾ സംഭവിക്കുന്നതോ ഈ വ്യാജനെ ഷഹർ മുബാറക്കായിട്ട് ചില ആളുകൾ അംഗീകരിക്കുമ്പോൾ ഒറിജിനലിനെ കുറിച്ചുള്ള ചർച്ച പോവുകയാണ്. പിന്നെ കേരളക്കരയിൽ 2-3 കൊല്ലം വ്യാജമുടി മാത്രം ചർച്ച. ഈ വ്യാജമുടിയെ എതിർക്കാൻ വേണ്ടി ഹക്കിന്റെ അഹ്ലുകാര് വരുമ്പോൾ ബാത്തിലിന്റെ ആളുകൾ ഇപ്പുറത്ത് വന്ന് പ്രസംഗിക്കും, ഇവരൊക്കെ ഷഹർ മുബാറക്കിന്റെ എതിരാളികളാണ്. അതല്ല ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. പാണക്കാട് തങ്ങൾ ഷഹർ മുബാറക്കിനെതിരാണ്, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഷഹർ മുബാറക്കിനെതിരാണ്, റയീസുൽ ഉലമ ഈ കാളമ്പാട് ഉസ്താദ് ഷഹർ മുബാറക്കിന് എതിരായിരുന്നു. ഇതല്ലേ പ്രചരണം? യഥാർത്ഥത്തിൽ പാണക്കാട്ട് തങ്ങൾ ഷഹർ മുബാറക്കിനെതിരാണോ? അല്ല, വ്യാജമുടിക്കേ എതിരുള്ളൂ. ഷഹർ മുബാറക്കിന് അവരാരും എതിരല്ല. അതേസമയത്ത് സത്യത്തിന്റെ അഹിലുകാരാകുന്ന പണ്ഡിതന്മാര് ഹക്കായ ഷഹർ മുബാറക്കിന് എതിരാണ് എന്ന് വരുത്തണം ഒരു ഭാഗത്ത്. ബാത്തിലായ മുടിയുമായി കുറച്ചാളുകൾ ഇത് ശരിയായ ഷഹർ മുബാറക്കാണ് എന്ന് പറഞ്ഞു നടക്കണം. തത്വത്തിൽ ജൂതന്മാർ ഇവിടെ വിജയിക്കുകയാണ്.
ഏകദേശം അതൊക്കെ ഇങ്ങനെ 2-3 കൊല്ലം ഇങ്ങനെ ചർച്ച ചെയ്ത് ഇനി കെട്ടടങ്ങും എന്ന് കാണുമ്പോഴാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ബറക്കത്തുള്ള വേറെയും ചില വസ്തുക്കളെ കുറിച്ച് കേൾക്കുന്നത്. ഏതാണത്? മഹാനാകുന്ന സയ്യിദുന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, എല്ലാവർക്കും അറിയാം, ചരിത്രത്തിൽ മഹാനാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു വലിയ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഹദീസുകൾ വരെ ലോകത്ത് പറയുമ്പോൾ നബിത്തങ്ങളെ നാവിലൂടെ വന്ന വാക്കുവരെ പുറത്തു പറയുമ്പോൾ ഇമാം ബുഖാരി തങ്ങൾ കാണിച്ച കണിശതയും സൂക്ഷ്മതയും ഇത് നബിത്തങ്ങൾ പറഞ്ഞതാണോ അല്ല എന്ന് കൃത്യമായി പരിശോധിക്കുന്നത് അത് ഇമാം ബുഖാരി തങ്ങൾക്കുള്ള ഒരു പ്രത്യേകമായ പദവിയാണ്, അവർക്കുള്ള ഒരു പ്രത്യേകമായ സ്ഥാനമാണ്. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് സമയം നീണ്ടുപോകും. എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം ദൂരെ യാത്ര ചെയ്യാനുള്ള ഒരു പരിപാടി ഞാൻ എത്തിയിട്ടേ തുടങ്ങൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വളർച്ചയിൽ വളരെ വലിയ സ്ഥാനം വഹിച്ചിട്ടുള്ളത് അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് തന്നെയായിരുന്നു, സംശയമില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് കാഴ്ച നഷ്ടപ്പെട്ടുപോയി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി. അതെല്ലാം മറ്റൊരു അഭിപ്രായത്തിൽ ജന്മനാ കാഴ്ച ഇല്ലായിരുന്നു എന്നും കാണുന്നുണ്ട്. ഏതാവട്ടെ ചെറുപ്പത്തിൽ കാഴ്ച ഇല്ലാതെയായിട്ടുണ്ട് എന്നത് ശരിയാണ്. ആ മാതാവ് ദുആ ചെയ്ത് ഇജാബത്തുള്ള ദുആഇന്റെ ഉടമയാണ് ആ മാതാവ്. ആ സ്വാലിഹത്തായ മഹദി അല്ലാഹുവിനോട് ധാരാളം ദുആ ചെയ്തു. ഒരിക്കൽ സ്വപ്നത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, നിങ്ങളെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, മോന് അല്ലാഹു കാഴ്ച തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മോനെ പോയി വിളിച്ചോണ്ട് നോക്കുമ്പോൾ നല്ല കാഴ്ച. ആ ഇമാം ബുഖാരി റളിയല്ലാഹു തആലയുടെ ഉയർച്ചയിൽ മുഴുവനും ഈ ഉമ്മയുടെ സേവനം നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഉമ്മ പറഞ്ഞു, മോനെ, ഇറാഖിലുണ്ട് ഒരു പാത്രമുണ്ട്, ഇറാഖിൽ ആ പാത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. മോനൊന്ന് പോകണം, അന്വേഷിക്കണം, ഉറപ്പ് വരുത്തണം, ആണെങ്കിൽ അതിന്റെ ബറക്കത്തൊന്നെടുക്കണം. എവിടുന്നാ? റഷ്യയിലെ ബുഖാറയിൽ നിന്നാ പറയുന്നത്. ഒരു പാത്രത്തിന്റെ ബറക്കത്തെടുക്കാൻ വേണ്ടി മാത്രം ഇറാഖിലേക്ക് യാത്ര ചെയ്ത പ്രിയപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉമ്മയുടെ വാക്ക് കേട്ട് അവിടെ ചെല്ലുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, പരിശോധിക്കുന്നു. ഹദീസുകൾ പരിശോധിക്കുന്നത് പോലെ ആര് തന്നു, എവിടുന്ന് കിട്ടി, എങ്ങനെ വന്നു, കൃത്യമായി ചരിത്ര രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു മുഖേന വന്നതാണ് ഈ പാത്രമെന്ന് ബോധ്യമായപ്പോൾ ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് ബറക്കത്തിന് വേണ്ടി ഇമാം ബുഖാരി തങ്ങൾ കുടിക്കുകയാണ്. ചരിത്രത്തിൽ കാണാം, ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇമാം ബുഖാരി തങ്ങൾ ചിന്തിച്ചു പോയി, ഈ പാത്രത്തിന്റെ ഏതു ഭാഗത്തായിരിക്കും അല്ലാഹുവിന്റെ റസൂല് ചുണ്ടുവെച്ചിട്ടുണ്ടാവുക? ആ ഭാഗത്ത് എനിക്കൊന്ന് ചുണ്ടുവെക്കാൻ കഴിഞ്ഞെങ്കിൽ. അവസാനം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ പാത്രം തിരിച്ച് പിടിച്ചിട്ടാ വെള്ളം കുടിക്കുന്നത്. ആ പാത്രത്തിന്റെ എല്ലാ അറ്റത്തും തന്റെ ചുണ്ട് തട്ടി എന്നർത്ഥം. അങ്ങനെ വെള്ളം കുടിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇറാഖിൽ നിന്ന് റഷ്യയിലെ ബുഖാറയിലേക്ക് എത്തിയപ്പോഴേക്ക് നാളുകളേറെയായിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോ പ്രിയപ്പെട്ട മാതാവ് സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ ചെന്ന് സലാം പറഞ്ഞുകൊണ്ട്, ഉമ്മ, അങ്ങയുടെ ആഗ്രഹം പോലെ അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു, ബറക്കത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സന്തോഷം ഉമ്മയെ അറിയിച്ചു കൊടുക്കുകയാണ്. ആ ഉമ്മ മരണത്തിലേക്ക് അങ്ങനെ നീങ്ങുകയാണ്. അല്പം വെള്ളം കൈ കൊണ്ടെടുത്തിട്ട് ഉമ്മയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോ ആ മഹദി പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, മുത്തുനബി ചുണ്ടുവെച്ച പാത്രത്തിൽ മോൻ ചുണ്ടുവെച്ചല്ലോ, ഇനി മോന്റെ കൈ കൊണ്ട് എനിക്കൊരു തുള്ളി വെള്ളം വേണ്ട, മോന്റെ ചുണ്ടുകൊണ്ടാണ് എനിക്ക് വെള്ളം വേണ്ടത് എന്ന് ആ പ്രിയപ്പെട്ട മാതാവ് അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഇമാം ബുഖാരി തങ്ങൾ വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മക്ക് തന്റെ ചുണ്ടിലൂടെ വെള്ളം കൊടുത്തു. മുത്തുനബിയുടെ ചുണ്ട് തട്ടിയ പാത്രത്തിൽ ചുണ്ട് തട്ടി എന്നതുകൊണ്ട് ആ ഷറഫുള്ള ചുണ്ടിലൂടെ വെള്ളം കൊടുത്തിട്ട ആ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഇങ്ങനെയുള്ള അനേകായിരം നല്ല നല്ല കഥകളുണ്ട്.
ജൂതന്മാർ മുഴുവനും എല്ലാ കാലത്തും ചിന്തിക്കുന്നത് പോലെ ഈ കാലത്തും അവർ ചിന്തിക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മത്ത് ആദരിക്കുന്ന ഇതുപോലത്തെ ഹൃദയത്തിൽ തട്ടുന്ന ചരിത്ര രേഖകൾക്ക് സമാനമായി വ്യാജന്മാരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു പാത്രം ഇന്നൊരു മലയാളിയുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയിട്ട് ഇതിൽ വിശുദ്ധ ഖുർആൻ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് അള്ളാഹുവിന്റെ ഹബീബ് വെള്ളം കുടിച്ച പാത്രമാണ് എന്ന് പറയുമ്പോഴേക്ക് അപ്പോഴും ഇപ്പോഴും ആലോചിക്കാതെ വഞ്ചിതരാകുന്ന സമൂഹമാണ് എന്ന് ജൂതന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവർക്ക് തെറ്റിപ്പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യമുള്ള കാലത്തോളം ജൂതന്മാരുടെ ഈ അജണ്ടകൾ ഇവിടെ നടപ്പിലാവില്ല. ഇത് നടപ്പിലാവണം എന്നുണ്ടെങ്കിൽ സമസ്ത എന്ന പേരിൽ വേറെ സംഘടന ഉണ്ടാക്കേണ്ടി വരും. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സാന്നിധ്യമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു നേതൃത്വമുള്ള ഒരു അനുയായികൾക്കും ഒരിക്കലും ഇതിൽ വഞ്ചിതരാവേണ്ടി വരില്ല. പാത്രം എന്റെ കയ്യിലൊരു പാത്രമുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4 പ്രധാനപ്പെട്ട സൂറത്തുകൾ രേഖപ്പെടുത്തിയ പാത്രമാണ്. പക്ഷെ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് വെള്ളം കുടിച്ചതാണ് എന്നുള്ള വാദം ഉന്നയിക്കുമ്പോഴാണ് ഇവിടെ അപകടമുള്ളത്. പാത്രങ്ങളുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ പാത്രവും നബി തങ്ങൾ വെള്ളം കുടിച്ചാന്ന് പറയാ. എന്നാൽ ഇത് ജൂതന്മാർ ഇറക്കിയതാണ് അവരെ കയ്യിൽ അവരിന്ന് പ്രചരിപ്പിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല. ആ പാത്രത്തിന്റെ മധ്യത്തിൽ നോക്കിയ സ്റ്റാർ കാണാം. ആ സ്റ്റാർ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. 5 മൂലയുള്ള നക്ഷത്രത്തെ നാം പലപ്പോഴും കാണാറുണ്ടെങ്കിൽ ഇസ്രായേൽ പതാകയിലേക്ക് നിങ്ങൾക്ക് നോക്കാം. 6 മൂലയുള്ള സ്റ്റാർ. ഈ 6 മൂലയുള്ള സ്റ്റാർ ഇന്ന് ഏപ്പി കൊണ്ടു നടക്കുന്ന ആ പാത്രത്തിനും നിങ്ങൾക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് ഞെക്കിക്കൊല്ലാൻ കഴിയാത്ത ഘട്ടത്തിൽ നക്കിക്കൊല്ലുക എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ രീതി ജൂതന്മാർ ഇവിടെ നടപ്പിലാക്കുമ്പോ എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ നമ്മളതിൽ പെട്ടു പോകാൻ പാടുള്ളൂ. നമുക്ക് നമ്മുടെ ആഖിറല്ലേ വലുത്. മഹാന്മാരെ മുഴുവനും ആക്ഷേപിക്കുക, മശായിഖുമാരെ മുഴുവനും തള്ളിപ്പറയുക. ശൈഖുനാ തിരുപ്പഞ്ചി ഉസ്താദി എന്ന് പറയുന്ന ജീവിതം മുഴുവനും ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ച മഹാപണ്ഡിതൻ അവസാന ഘട്ടത്തിൽ വീണ് തൊടയല് പൊട്ടിയിട്ട് കാല് നിലത്ത് ചവിട്ടാൻ കഴിയാത്ത ഘട്ടമായിട്ട് പോലും എന്നെ പടച്ചത് റബ്ബാണ്, ഇത് തന്നതും റബ്ബാണ്, റബ്ബ് തന്നതിലൊക്കെ സന്തോഷിക്കാനേ ഒരു മുഅ്മിന് അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് വേദന വന്നപ്പോ പുഞ്ചിരിച്ച മഹാനാകുന്ന ശൈഖുനാ തിരുപ്പഞ്ചി ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. തിരുപ്പഞ്ചി ഉസ്താദ് ഏപ്പിക്കാർക്ക് പറ്റാതെ പോയത് എപ്പോഴാ അറിയോ? അനിവാര്യമായ നിർണായകമായ സങ്കീർണമായ വല്ല കേസുമായി പ്രയാസവുമായി വന്നാൽ വേഗത്തിൽ തീരേണ്ട ചില വിഷയമാണെങ്കിൽ ശംസുൽ ഉലമായി തങ്ങളെ മക്കാവ് പോയി ദുആ ചെയ്യാൻ പറയും. അതോടുകൂടി അവർക്ക് സലാമത്ത് കിട്ടും. ശംസുൽ ഉലമയുടെ ആ മഅരിഫത്തിനെയും ആ വിലായത്തിനെയും കറാമത്തിനെയും അംഗീകരിച്ചു എന്നതായിരുന്നു AP വിഭാഗക്കാർ തിരുപ്പഞ്ചി ഉസ്താദിനെ എതിർക്കാനുള്ള കാരണം. ഇങ്ങനെ മശായിഖുമാരെ സ്വാലിഹീങ്ങളെ എന്താ കുറെ കേസറ്റൊക്കെ അൽഹംദുലില്ലാ ഇവിടെ കൊടുക്കാനുള്ളോ? അൽഹംദുലില്ലാ. ഇന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞാലും കൃത്യമായി നിങ്ങൾക്ക് ഇവരെ കുറിച്ചൊക്കെ വീട്ടിൽ ഇരുന്ന് കണ്ട് കേൾക്കാൻ പറ്റുന്ന കുറെ LCD ക്ലിപ്പിംഗ് ചെയ്തുള്ള കുറച്ച് കേസറ്റുകളാണ്. ഒക്കെ എല്ലാവരും വാങ്ങി കൈ പിടിച്ചോളൂ. നല്ല കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിന്റെ പ്രചാരകർക്കൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇതുകൊണ്ടൊക്കെ സത്യം വാഹിറാക്കി കൊടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. വേറെ ഒരു ലക്ഷ്യവും നമുക്കില്ല. അതുകൊണ്ട് മഹാന്മാരെ തള്ളിപ്പറയുന്ന ഒരു സംഘത്തിൽപ്പെടരുത്. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. AP വിഭാഗത്തിൽപ്പെട്ടവരാരെങ്കിലും ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടാവാം. എന്നെ ദിവസേന വിളിച്ച് തെറി പറയുന്നവർ വരെ ഉണ്ട്, എനിക്കറിയാം. എന്നെ തെറി പറയുന്ന ആ നിമിഷം ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാറുണ്ട്. ആ നിമിഷം ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും. എനിക്ക് നിങ്ങളോടൊരിക്കലും വെറുപ്പില്ല. ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് പലതും പറഞ്ഞ് നമ്മയൊക്കെ ഒരു സംഘടനയുടെ ആളുകളാക്കി മാറ്റിയിട്ട് നമ്മുടെ ഈമാൻ അദ്ദേഹം നശിപ്പിച്ചു എന്നല്ലാതെ, നമ്മുടെ ഇഖ്ലാസിനെ അദ്ദേഹം ഇവിടെ നശിപ്പിച്ചു എന്നല്ലാതെ, ആഖിറത്തെ അദ്ദേഹം നശിപ്പിച്ചു എന്നല്ലാതെ വേറെ എന്ത് ദുഗുണമാണ് അദ്ദേഹം ചെയ്തത്? കുറെ കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കിയതിന്റെ പേരിലാണെങ്കിൽ വേറെയും ബിസിനസ്സുകാരെ പേര് ഞാൻ പറഞ്ഞുതരാം. അതേസമയത്ത് ഇദ്ദേഹം ചെയ്ത ഒരേ ഒരു അപകടം നമുക്ക് തിരിച്ചറിയേണ്ടത്,
എന്റെ മനസ്സിനെ ഇപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭാഗങ്ങൾ ഒന്നുമല്ല. 93 കൊല്ലം ജീവിച്ച മഹാനാകുന്ന കണ്ണിയത്ത് ഉസ്താദ് 1993 സെപ്റ്റംബർ 20 ലോകത്തോട് വിട പറയുന്നത്. റഈസുൽ മുഹഖ്ഖീൻ എന്ന് പറയുന്ന കാമിലായ വലിയാകുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്താതിന് മുമ്പ് തന്നെ ആ നേതൃത്വം നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ചില്ലേ ഇദ്ദേഹം? ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 96 വഫാത്താകുന്നത്. വഫാത്താകുന്നതിന് 7 വർഷം മുമ്പ് ആ നേതൃത്വം വേണ്ട എന്ന് ഇദ്ദേഹം തീരുമാനിച്ചില്ലേ? എന്നിട്ട് നമ്മെ അദ്ദേഹത്തിന്റെ കൂടെ നിർത്തിയിട്ട് കണ്ണിയത്തിനെതിരിൽ ശംസുൽ ഉലമാ തങ്ങൾക്കെതിരിൽ ഒരു സംഘടന ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഒപ്പം നമ്മെ പ്രവർത്തിപ്പിച്ചില്ലേ? ഇന്ന് ഈ കഥ അറിയാതെ സാധാരണക്കാരാകുന്ന കുട്ടികളുടെ മുമ്പിൽ കണ്ണിയത്ത് വലിയ മഹാനാണ്, ശംസുൽ ഉലമാ വലിയ മഹാനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മഹാന്മാർ ജീവിച്ചിരിപ്പുള്ള കാലം അവരെ ആക്ഷേപിച്ചില്ലേ, എതിർത്തില്ലേ? കണ്ണിയത്ത് പ്രസിഡന്റായി നിൽക്കുന്ന സമസ്തക്കെതിരിൽ, ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്ന സമസ്തക്കെതിരിൽ AP ഞാനാണ് ജനറൽ സെക്രട്ടറി എന്ന വാദവുമായി ഒരു പുതിയ സമസ്ത ഉണ്ടാക്കിയത് ഖാലിഖാകുന്ന അള്ളാഹു ഇഷ്ടപ്പെടുമോ? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഔലിയാക്കൾ സ്വാലിഹ്യങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഈ മഹാന്മാരാകുന്ന സ്വാലിഹ്യങ്ങളെ തള്ളിപ്പറഞ്ഞ് ഭൗതിക താൽപര്യത്തിന് വേണ്ടി, സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹത്തെ നന്നാക്കാനല്ല നമ്മൾ കേടുവരാൻ പാടില്ല. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി മഹാന്മാർക്കൊപ്പം നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കാനും എല്ലാവരും ഉത്സാഹിക്കണമെന്ന് ഈ സമയത്ത് എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന മുഅ്മിനീങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈമാൻ സലാമത്തിലാവാൻ നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ബാക്കി പറയേണ്ട കാര്യങ്ങൾ പറയാനും തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുമൊക്കെ ആദരണീയരാകുന്ന ഉസ്താദ് കുഞ്ഞാലൻകുട്ടി ഫൈസി ഇവിടെയുണ്ട്. അവർക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കുകയാണ്. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളോട് നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് അല്പം നൽകണം റഹ്മാനെ. ഈമാൻ സലാമത്തിലാക്കി തരണം റഹ്മാനെ. ഈ സദസ്സോടുകൂടി പടച്ച റബ്ബേ, തഖ്വ കൊണ്ട് ഇഖ്ലാസ് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. എല്ലാവിധ തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വലിയ തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അർഹമുർ-റഹീമായ അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മഹല്ലത്തിൽ നിന്ന് മരിച്ചുപോയ സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ നരകമോചനം നൽകി സ്വർഗം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സ് സംഘടിപ്പിക്കാൻ ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത്, ആരൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് സഹകരിച്ചിട്ടുള്ളത്, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. അവരുടെ കച്ചവടത്തിലും ജോലിയിലും കൃഷിയിലും സമ്പത്തിലും അല്ലാഹുവേ എല്ലാറ്റിലും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന്, ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന്, മുഫ്തിനീങ്ങളുടെ ഫിത്നയിൽ നിന്ന്, മുഫ്സിദീങ്ങളുടെ ഫസാദിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ.